എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എന്തോ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ടൊരു ഹാൻഡ് ബാഗ് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ ടോപ്പ് തയ്ച്ചപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ച് തുണി വന്നതാണ്. അത് വെച്ച് തയ്ച്ചെടുത്ത് സിമ്പിളായിട്ട് തയ്ച്ചെടുത്ത ഒരു ഹാൻഡ് ബാഗാണ്. എൻ്റെ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് സിബൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാന്ന് ചുരിദാർ പീസിൻ്റെ തുണി അതിൽ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് ഒരു വശത്ത് കേട്ടോ. അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന നീളവും വീതിയും പറയാം കേട്ടോ. ഇത് 27 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് ഈ തുണി. പിന്നെ ഇതിൻ്റെ വീതി വന്നിട്ട് 14 ഇഞ്ച് വീതിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു വശത്ത് സ്റ്റിഫ് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തായിട്ടൊരു പോക്കറ്റ് തയ്ക്കാൻ വേണ്ടി കുറച്ച് സ്ക്വയറായിട്ടൊരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര നീളത്തിലെടുത്തേക്കുന്നതെന്ന് പറയാവേ. അത് 7 ഇഞ്ച് വീതി, പിന്നെ ഇതിൻ്റെ നീളം വന്നിട്ട് 8 ഇഞ്ച് വന്നിരിക്കുന്നു കേട്ടോ. പോക്കറ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന തുണിയുടെ ഒരു സൈഡിൽ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ഒരു പീസ് തുണിയും കൂടെ എടുത്തേക്കുന്നത്. ഇത് രണ്ടും ഒരുപോലെ വെച്ചിട്ട് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് ബാക്കിയുള്ള സൈഡൊന്ന് തയ്ക്കണം. എന്നിട്ടൊന്ന് തിരിച്ചെടുക്കണം. ആദ്യം തന്നെ അതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. പറ്റിനുള്ള തുണി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിൻ്റെ സ്റ്റിഫ് ഒട്ടിച്ച തുണി എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഒരു ഭാഗം ഇതുപോലെ ഒന്ന് പകുതിയായിട്ടൊന്ന് മടക്കാവേ. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ പോക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി കറക്റ്റ് സെൻറ്ററിലൊന്ന് പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ടേപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ചയിലായിട്ട് നമുക്ക് ഈ പോക്കറ്റ് ഒന്ന് തയ്ച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു സൈഡിലാണ് ഈ പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ പോക്കറ്റിനുള്ള തുണി അതേപോലെ തന്നെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് അവിടെ നിന്ന് ചോക്ക് വെച്ച് അടയാളം ചെയ്തിട്ട് കറക്റ്റായിട്ട് സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ 3 സൈഡും അതങ്ങ് നല്ല വശത്തൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സൈഡിലായിട്ട് പോക്കറ്റൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെയിം അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടെ വേണം കേട്ടോ. ഇത് ഈ ചുരിദാർ ടോപ്പിൻ്റെ പാൻറ്റിൻ്റെ തുണിയായിരുന്നു. ബാലൻസ് ഉള്ള എല്ലാം ജോയിൻ്റ് ചെയ്തെടുത്തതാണ് ലൈനിങ് ആയിട്ട് എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബാഗിൻ്റെ തുണി ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. 2 സൈഡും ആ ലൈനിങ്ങിൻ്റെ അതേപോലെ തന്നെ 2 സൈഡ് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു 2.5 ഇഞ്ച് വെച്ച് നമുക്കൊന്ന് അടയാളം ചെയ്യാം കേട്ടോ. 2.5 ഇഞ്ച് നീളം 2.5 ഇഞ്ച് വീതി കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് സ്ക്വയറായിട്ട് അങ്ങ് വരച്ചിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെയും താഴ്വശം ഈ സെയിം അളവായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിടത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് ആ ഒരു തുണ്ടെടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് വെച്ച് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ 2 സൈഡ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെയും പിന്നെ നമ്മുടെ ബാഗിൻ്റെ തുണിയുടെയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബാഗിൻ്റെ തുണി ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യുക. 2 സൈഡിലും അതേപോലെ ഒന്ന് അടയാളം ചെയ്യുക. ഇനി നമുക്ക് വള്ളി പിടിപ്പിക്കാനുള്ള അളവാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ നടുക്ക് സെൻറ്ററിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യുക. അപ്പോൾ 2 സൈഡിലും അതേപോലെ തന്നെ 2.5 ഇഞ്ച് വെച്ചൊന്ന് അടയാളം ചെയ്യുക. അപ്പോൾ വള്ളി ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്. വള്ളി ഒരു 21 ഇഞ്ച് നീളത്തിലാണ് തയ്ച്ചേക്കുന്നത്. 1 ഇഞ്ച് വീതിയിലുമാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് വള്ളി തയ്ച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വള്ളിയുടെ നീളം എന്ന് പറഞ്ഞാൽ 21 ഇഞ്ച് നീളത്തിലാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ 1 ഇഞ്ച് വീതിയിലുമാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഇനി നമ്മൾ അടയാളം ചെയ്ത ആ ഭാഗത്തേക്ക് വള്ളി ഇതുപോലെ വയ്ക്കുക. 2 സൈഡിലേക്ക് വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരണം നമുക്ക് കേട്ടോ.
അപ്പോൾ അത്രയൊന്ന് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. 2 സൈഡിലും വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് സിബ് പിടിപ്പിക്കണം. അതുപോലെ നീളത്തിലുള്ളൊരു സിബ് വേണം. എന്നിട്ട് അത് വള്ളി പിടിപ്പിച്ച് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ആ സിബിൻ്റെ ഒരു സൈഡ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് എടുത്തിട്ട് ഇതുപോലെ സൈഡിൽ വയ്ക്കുക. എന്നിട്ട് നേരെ അങ്ങ് തയ്ക്കണം കേട്ടോ. ഇനി ഇതുപോലെ ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് ആ സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ നല്ല വശത്തൂടെ ഒന്ന് പതിച്ചു കൊടുത്തേക്കണേ. സിബ് ഒരു സൈഡിലാണ് പിടിപ്പിച്ചേക്കുന്നത്. ഇനി ആ സിബിൻ്റെ അടുത്ത വശത്തേക്ക് ബാഗിൻ്റെ അടുത്ത ഭാഗം എടുത്തിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇതിന് ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ താഴെ വശത്തായിട്ട് വെക്കുക. സിബിൻ്റെ ഇതുപോലെ താഴെ വശത്തായിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ ആ സിബിൻ്റെ ഭാഗത്തെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് തയ്ച്ച് പോകണം കേട്ടോ. ഇതുപോലെ ലൈനിങ് ഒരു ഭാഗത്തേക്ക് വെക്കുക. നമ്മുടെ ബാഗിൻ്റെ തുണി ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ആക്കുക. ഇനി ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് നമുക്കിനി ക്ലോസ് ചെയ്യണം. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ടിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ. ലൈനിങ്ങിൻ്റെ ഭാഗം ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് അവിടവും ഇതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കണേ. അപ്പോൾ അത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല. ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ എടുത്തിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയൊന്ന് ചെയ്തെടുക്കാം. ഇതങ്ങനെ ബാഗിൻ്റെ ഭാഗവും ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ഭാഗവും ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ച് ഓപ്പൺ ആക്കിയിട്ട് അതിൽ കൂടെ നമുക്ക് ഈ ബാഗ് ഇതുപോലെ തിരിച്ചെടുക്കണം. നല്ല വശമാക്കി എടുക്കണം കേട്ടോ. നല്ല വശമാക്കി എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് കൈയിട്ട് കൊടുത്ത് അത് കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക. ഇനി കുറച്ച് ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ. ക്ലോസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ബാഗിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ സൈഡ് ഓപ്പൺ ആയിരുന്ന ഭാഗം അങ്ങ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ ലൈനിങ് ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഉൾഭാഗത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ബാഗൊക്കെ ഇതിനു മുമ്പ് ഞാൻ തയ്ച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചുരിദാറിൻ്റെ ബാലൻസ് തുണി വന്നപ്പം അത് വെച്ചൊന്ന് ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് ബാഗ് തയ്ച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ പുറത്തായിട്ട് നമ്മളൊരു പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മൊബൈലൊക്കെ ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. പിന്നെ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് സിബ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ സാധനം വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റും. കണ്ടോ, ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉൾഭാഗത്ത് വെക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതെങ്ങനെ ലോക്ക് ചെയ്തിട്ട് നമുക്കിത് ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. നല്ല തുണി വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്തതാണ്. പിന്നെ ഇതിൽ സ്റ്റിഫ് കൂടെ ഒട്ടിച്ച് തയ്ച്ചെടുത്തുകൊണ്ട് ബാഗിന് നല്ല ബലമുണ്ട് കേട്ടോ. സ്റ്റിഫ് ഉപയോഗിക്കാൻ കയ്യിൽ സ്റ്റിഫ് ഇല്ലാത്തവർക്ക് നമുക്കിതിന് പകരമായിട്ട് നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറൊക്കെ ഉപയോഗിച്ചും തയ്ക്കാം കേട്ടോ. അങ്ങനെ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവർ ഉപയോഗിച്ചും ഒരുപാട് ബാഗുകൾ തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ചുരിദാർ ബാലൻസ് തുണി വന്നതുകൊണ്ട് തയ്ച്ചെടുത്ത ഒരു ഹാൻഡ് ബാഗാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമുക്കിത് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ബാഗ് ആരും തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.